നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ പെട്ടുഴലുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം അശ്രാന്ത പരിശ്രമം തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ KSIDC-യുടെ ഒരു ഹർജി ഉണ്ടായിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുൻപിലാണ് ഈ ഹർജി എത്തിയത്. KSIDC-യിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന റെയ്ഡ് താൽക്കാലികമായി നിർത്തിവെക്കണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. എന്നാൽ നിങ്ങൾ എന്തിനാണ് ഈ റെയ്ഡ് മാറ്റിവെക്കുവാൻ അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുവാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ KSIDC-യുടെ അഭിഭാഷകനോട് ചോദിച്ചത്. കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളായ വൈദ്യനാഥൻ തന്നെയായിരുന്നു KSIDC-ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത്. എന്നാൽ KSIDC-ക്ക് ഏത് അന്വേഷണത്തോടും ഭയമൊന്നുമില്ല, ഒന്നും ഒളിക്കാനില്ലെന്നും എന്നാൽ 2 ദിവസത്തെ സാവകാശം വേണം എന്ന് കൂടി തന്നെയാണ് വൈദ്യനാഥൻ ഹൈക്കോടതിയുടെ മുൻപിൽ പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി ആ ഹർജി തള്ളുകയായിരുന്നു. സ്റ്റേ ചെയ്യാനാവില്ല, അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേത്. ഇത് മുഖ്യമന്ത്രി തന്റെ മകളെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ സർക്കാർ സ്ഥാപനമായ KSIDC-യെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. KSIDC-ക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകന് ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ മാത്രം ഫീസാണ്. അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന വക്കീലന്മാർക്കും മറ്റു ക്ലർക്കുമാർക്കുമെല്ലാം ഫീസുകൾ പിന്നെ പുറമേ വരുന്നതാണ്. ഏതായാലും മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ വൈദ്യനാഥനെ തന്നെ കൊണ്ടുവന്ന് വീണയ്ക്ക് ഒരു പ്രതിരോധം തീർക്കുക അല്ലെങ്കിൽ വീണയുടെ നേർക്കുള്ള അന്വേഷണങ്ങളെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രത്യേകത, അവർ ഇതുവരെ അന്വേഷിച്ച എല്ലാ കേസിലും കുറ്റക്കാർ എന്ന് കണ്ട ആളുകളെ കൃത്യമായ രീതിയിൽ തന്നെ അഴിക്കുള്ളിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നരസിംഹറാവു സർക്കാരിലും മൻമോഹൻ സിംഗ് സർക്കാരിലും രാജീവ് ഗാന്ധി സർക്കാരിലും മന്ത്രിസ്ഥാനം അലങ്കരിച്ചിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ചിദംബര ചെട്ടിയാർ എന്നറിയപ്പെടുന്ന ചിദംബരം എന്ന മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ പോലും അഴിക്കുള്ളിലാക്കുവാൻ ആർജവം കാണിച്ച അന്വേഷണ ഏജൻസി തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ്. ഇതിന്റെ ഡെപ്യൂട്ടി കമാൻഡർ എന്നറിയപ്പെടുന്ന അരുൺ പ്രസാദ് ഒരു തരത്തിലും ആരുടെയും സ്വാധീനത്തിനോ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കോ സാമ്പത്തിക സ്വാധീനങ്ങൾക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾക്കോ വഴങ്ങുന്ന ആൾ അല്ല എന്നുള്ളതും പിണറായി വിജയനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. എന്തായാലും ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ വീണ വിജയൻ 1,72,00,000 CMRL എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു എന്നുള്ള ഉത്തരവിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം മാത്രം ഈ കേസിൽ പോരാ എന്ന് കാണിച്ചുകൊണ്ട് ഈയിടെ BJP-യിലേക്ക് ചേർന്ന PC ജോർജിന്റെ മകനായ ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ വിജയന്റെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർജി ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും എത്തുന്നത് എന്നുള്ളത് ഏറെ വിചിത്രമായ വസ്തുത തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വീണ വിജയൻ 1,72,00,000 രൂപ മാസപ്പടിയായി കൊടുത്തു എന്ന് പറയുന്ന CMRL എന്ന കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നു. കൃത്യമായ രീതിയിൽ സെർച്ചുകൾ നടക്കുകയുണ്ടായി, റെയ്ഡുകൾ നടത്തുകയുണ്ടായി. 2 ദിവസം തുടർച്ചയായ റെയ്ഡിനെ തുടർന്ന് അവർ വിലപ്പെട്ട പല രേഖകളും CMRL നിന്ന് പിടിച്ചു കൊണ്ടുപോയി, കടത്തിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ നിരവധി ആളുകളുമായി CMRL നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളുടെ എല്ലാം അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം രേഖകൾ CMRL നിന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടറിഞ്ഞത്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ വീണ വിജയനിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എത്തും എന്നുള്ളതായിരുന്നു ഒരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഊഹാപോഹങ്ങളായിരുന്നു കേരളത്തിൽ അന്നുണ്ടായിരുന്നത്. പക്ഷെ അത് സംഭവിച്ചില്ല. മറിച്ച് സർക്കാർ സ്ഥാപനമായ KSIDC-യിലേക്കാണ് അവർ എത്തിയത്. വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള KSIDC എന്ന സ്ഥാപനത്തിന് CMRL-ൽ 13% ഓഹരി ഉണ്ട് എന്നുള്ളതിനാൽ CMRL-ൽ നടന്നിരിക്കുന്ന എല്ലാ ക്രമക്കേടുകൾക്കും KSIDC-ക്കും ബന്ധമുണ്ട് എന്നുള്ള
ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ധാരണകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് KSIDCയിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് സെർച്ചിനെത്തിയത്. ഇത് ഏത് വിധേനയും തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ആദ്യം CMRL സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എത്തി, വീണ്ടും KSIDCയിലേക്ക് എത്തി, തുടർന്ന് ഇവർ എത്താൻ പോകുന്നത് എക്സാലോജിക്കിലേക്കും വീണ വിജയനിലേക്കും ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രിയും CPMഉം ഒരു ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു. ഇതിനുവേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് തള്ളി. CMRL നിന്നും KSIDCയിലേക്ക് എത്തിയ SFIO ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്നും അവരുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ അടക്കം കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു, പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതായത് സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ തന്നെയാണ് ഇപ്പോൾ SFIO ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ ഇനി അടുത്ത നീക്കം വീണയിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രിയും CPMഉം ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുന്നു. AKG സെന്ററിന്റെ വിലാസമാണ് വീണ വിജയൻ ബംഗളൂരുവിൽ തന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിരുന്നത്. വീണ തായ്ക്കണ്ടി കെയർ ഓഫ് AKG സെന്റർ പാളയം എന്നുള്ള അഡ്രസ്സ് തന്നെയാണ് ബംഗളൂരുവിൽ തന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അവർ വിലാസമായി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ SFIO ഉദ്യോഗസ്ഥർ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ബംഗളൂരുവിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ കമ്പനി താൽക്കാലികമായി നിർത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് വീണ വിജയൻ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. എക്സാലോജിക് എന്ന തന്റെ കമ്പനി താൽക്കാലികമായി നിർത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ്, സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കമ്പനി നിർത്തുന്നത് എന്നാണ് അവർ കാരണം കാണിച്ചിരുന്നത്. എന്നാൽ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന എക്സാലോജിക്കിലേക്കാണ് ഇപ്പോൾ SFIO ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് വേണ്ടി പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. ബംഗളൂരുവിലാണ് വീണ വിജയന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനാൽ ബംഗളൂരു ROC നേരത്തെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, വീണ വിജയന്റെ അടുത്ത് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ബംഗളൂരു ROCക്കും കേരളത്തിലെ ROCക്കും തൃപ്തികരമായ യാതൊരു മറുപടിയും വീണ വിജയനും എക്സാലോജിക്കിനും സാധിച്ചില്ല എന്നുള്ളതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇവരിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബംഗളൂരുവിൽ സ്ഥാപനം അടച്ചുപൂട്ടിയാലും വീണ വിജയന് നേരെ SFIO എത്തുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം അവർ നൽകിയിരിക്കുന്ന വിലാസം തിരുവനന്തപുരത്തെ പാളയത്തുള്ള AKG സെന്റർ തന്നെയാണ്. ബംഗളൂരുവിൽ ഇവർ ചെന്ന് കഴിഞ്ഞിട്ട് വീണ വിജയന് കൃത്യമായി തന്നെ എക്സാലോജിക്കിനും വീണ വിജയനും SFIO കൃത്യമായി നോട്ടീസ് അയക്കും. ഈ നോട്ടീസ് വീണ വിജയൻ കൈപ്പറ്റുകയും ബംഗളൂരുവിലോ അല്ല എന്നുണ്ടെങ്കിൽ വീണ വിജയന് സൗകര്യപ്രദമായ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ SFIOയുടെ ചോദ്യം ചെയ്യലിന് അവർ വിധേയമാകും, സഹകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഒരു കാരണവശാലും ക്ലിഫ് ഹൗസിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ വസതിയിലേക്കോ വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എത്തുന്നില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ ബംഗളൂരുവിലേക്കാണ് ഇപ്പോൾ SFIO ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നത്. തന്നെ ബംഗളൂരിൽ നിന്നും അവർ നോട്ടീസ് വീണയ്ക്ക് അയക്കുകയും വീണ ബംഗളൂരുവിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഇനി അങ്ങനെ വീണ വിജയന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായില്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്കോ അഥവാ മുഹമ്മദ് റിയാസിന്റെ വസതിയിലേക്കോ വീണ വിജയനെ തേടി SFIO എത്താനുള്ള സാധ്യതയില്ല. നോട്ടീസ് അയച്ച് SFIOക്ക് സ്വീകാര്യപ്രദമായ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാൻ തന്നെയാണ് SFIOയുടെ നീക്കം എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഏത് വിധേനയും വീണ വിജയൻ SFIOയുടെ ചോദ്യം ചെയ്യലിന് ഇരുന്ന് കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റുള്ള അന്വേഷണ ഏജൻസികൾക്കില്ലാത്ത വിവിധ അധികാരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. വേണമെന്നുണ്ടെങ്കിൽ ഗുരുതരമായ വിഷയങ്ങൾ കണക്കിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് മേലെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ നോട്ടീസ് അയക്കാതെ പോലും ചെന്ന് കണ്ട് ചോദ്യം ചെയ്യുവാനോ വിളിച്ചു വരുത്തുവാനോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരമുണ്ട് എന്നുള്ളത് അറിയുമ്പോഴാണ് അതിന്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. മാത്രമല്ല, ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ മറുപടികൾ കിട്ടാതിരിക്കുകയോ ചോദ്യം ചെയ്യലിൽ ഇയാളുടെ മേലിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ തെളിയുന്ന വിധത്തിലുള്ള മൊഴികൾ കിട്ടുകയോ ചെയ്താൽ ഇവരെ അറസ്റ്റ് ചെയ്യുവാനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരമുണ്ട് എന്നുള്ളത് കൂടി അറിയുമ്പോഴാണ് പിണറായി വിജയനും വീണ വിജയന്റെ കുടുംബവും ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും കൃത്യമായ കരുനീക്കങ്ങളോട് കൂടി തന്നെയാണ് SFIO കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് ഓഫീസിൽ ചെന്ന് CMRLുമായി നടത്തിയിരിക്കുന്ന എല്ലാ ഇടപാടുകാരുടെയും 2013 മുതലുള്ള രേഖകൾ അവർ കരസ്ഥമാക്കി. തുടർന്ന് CMRLിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് അവർ എത്തി. അവിടെ നിന്നും വിലപ്പെട്ട പല രേഖകളും 2 ദിവസത്തെ നിരന്തരമായ റെയ്ഡിന് ശേഷം അവർ പിടിച്ചെടുത്തു, കണ്ടെത്തി കൊണ്ടുപോകുകയായിരുന്നു.
അതിനുശേഷം വീണ വിജയനിലേക്ക് എത്തും എന്നാണ് ധരിച്ചിരുന്നതെങ്കിൽ പിന്നീട് അവർ KSIDCയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നിന്നും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന സോഫ്റ്റ്വെയർ അടക്കമുള്ള വിലപ്പെട്ട രേഖകൾ കണ്ടെടുത്ത് അവർ ഡൽഹിക്ക് മടങ്ങി. പിന്നെയാണ് അവർ ഇപ്പോൾ ബാംഗ്ലൂരുവിലേക്ക് വീണ വിജയന്റെ എക്സാലോജിക് എന്ന സ്ഥാപനം ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വീണ വിജയൻ പ്രതിരോധത്തിലായി തീർന്നിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രിയോ അല്ല എന്നുണ്ടെങ്കിൽ ആര് തന്നെ വിചാരിച്ചാലും വീണ വിജയനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രിക്കും CPM-നും വീണ വിജയനുമെല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം തടയുക എന്നുള്ള സ്റ്റേ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ വൈദ്യനാഥനെ തന്നെ രംഗത്തിറക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇവർ ഒരു സ്റ്റേ ഹർജി കൊടുത്തത്. എന്നാൽ ഹൈക്കോടതി ആ ഹർജി തള്ളി 12-ാം തീയതി വീണ്ടും പരിഗണിക്കാനാകും എന്ന് തന്നെ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പരിഗണന എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പിണറായി വിജയനും കൂട്ടരും നിൽക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ഇവർ ഒരു ഹർജിയുമായി പോകും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അതിനെത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതെല്ലാം നിയമവൃത്തങ്ങൾ സംശയകരമായി തന്നെയാണ് ഇപ്പോൾ കണക്കിലെടുക്കുന്നത്. എന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിലൂടെ അവരുടെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ് അറിയുന്നത്. ഇതിനോടകം തന്നെ നിയമവിദഗ്ധരെ ഇരുത്തിക്കൊണ്ട് തന്നെ വീണ വിജയന് വേണ്ടത്ര രീതിയിൽ ക്ലാസുകൾ കൊടുത്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങൾ. അതായത് മുൻപ് ED ചോദ്യം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഒരു സെക്രട്ടറിയായ രവീന്ദ്രനെ വിളിച്ചു വരുത്തുമ്പോൾ ആ രവീന്ദ്രനെ ദിവസങ്ങളോളം മുഖ്യമന്ത്രിയുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേശകരുടെ കസ്റ്റഡിയിൽ ഇരുത്തി കാര്യങ്ങൾ പഠിപ്പിച്ചു വിട്ടതിന് ശേഷം തന്നെയാണ് EDയുടെ മുമ്പിലേക്ക് അയച്ചത് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ രാവും പകലുമില്ലാതെ നിയമവിദഗ്ധർ ഉറക്കമുളച്ചിരുന്ന് ഇപ്പോൾ വീണ വിജയനെ നിയമത്തിന്റെ വശങ്ങൾ പഠിപ്പിക്കുന്നത്. ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വരും, അതിന് ഏത് രീതിയിലുള്ള ഉത്തരങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതെന്ത് തന്നെയായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വീണ വിജയൻ കൊടുക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ഭാവി എന്നുള്ളതിന് യാതൊരു തരത്തിലും സംശയമില്ല എന്നതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ കൊടുക്കുന്ന മൊഴികളിൽ പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ മൊഴികളിൽ വിശ്വാസ്യതയോ മൊഴികളിൽ വിരുദ്ധതയോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തന്നെയാണ് പിണറായി വിജയനെയും അങ്കലാപ്പിലാക്കുന്ന കാര്യം. ഇത്തരം വിവരങ്ങൾ പിണറായി വിജയനും കൃത്യമായി തന്നെ നിയമവൃത്തങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. വീണയുടെ മൊഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ വിരുദ്ധതകളോ അല്ല എന്നുണ്ടെങ്കിൽ പരസ്പര യോജിപ്പില്ലായ്മയോ അല്ലെങ്കിൽ തൃപ്തികരമായ മൊഴികളോ വീണ വിജയന് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ DMRL നിന്ന് കിട്ടിയ രേഖകളും അവിടുത്തെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും അവരുടെ സീനിയർ അക്കൗണ്ടന്റിന്റെ ഡയറിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും അതുപോലെ തന്നെ KSIDCയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും എല്ലാം പൊരുത്തപ്പെടുത്തി നോക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വിശ്വാസയോഗ്യമല്ല എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ബോധ്യം വരികയാണെങ്കിൽ തീർച്ചയായും വീണ വിജയന്റെ മേൽ നിയമ നടപടികൾ ഉണ്ടാകും, അറസ്റ്റ് വരെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും അത്തരം നടപടികൾ ഇനി എപ്പോഴുണ്ടാകും എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് കേരളം. ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ബംഗളൂരുവിലേക്ക് പോയിരിക്കുന്നു. ബംഗളൂരുവിൽ ചെല്ലുമ്പോൾ അവിടെ എക്സാലോജിക് എന്ന കമ്പനി അടഞ്ഞു കിടക്കുകയാണെങ്കിൽ തീർച്ചയായും വീണ വിജയനെ നോട്ടീസ് അയക്കും. വീണ വിജയൻ ബംഗളൂരുവിലോ അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് സൗകര്യപ്രദമായ മറ്റേതെങ്കിലും സ്ഥലത്ത് ചെന്ന് വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായി വരും അല്ലെങ്കിൽ സഹകരിക്കേണ്ടതായി വരും എന്നുള്ള വാർത്തകൾ തന്നെ ഇപ്പോൾ വരുന്നു. അതെല്ലാം എപ്പോൾ നടക്കും എന്നുള്ളതിന് യാതൊരു തരത്തിലും ഒരു സംശയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്ത് നിന്നില്ല. അവർ അവരുടെ നടപടികൾ അത്യധികം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഉടനടി തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അറിയുന്നത്. 8 മാസങ്ങൾക്കുള്ളിൽ മാത്രമേ ഇവർക്ക് ഈ കേസിന്റെ അന്വേഷണം പൂർത്തീകരിച്ചാൽ മതി. എന്നാൽ അവർ മിക്കവാറും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് തന്നെ അന്വേഷണം പൂർത്തീകരിക്കും എന്നുള്ള രീതിയിലേക്കാണ് ഇവരുടെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നത് എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വീണ വിജയൻ അറസ്റ്റിലാകുമോ, ഏതെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഇതേ ചൊല്ലി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.